ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള 7 ഷെയ്ഡ്സ് ഓഫ് ലിപ്സ്റ്റിക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാനും ലിപ്സ്റ്റിക്കും തമ്മിലുള്ള പ്രണയം എന്നൊക്കെ പറയാല്ലേ, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ നെറ്റിൽ വരുന്നതിന് ശേഷാട്ടോ. അതുവരെ ഞാൻ അങ്ങനെ ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യുന്ന കൂട്ടത്തിലല്ല. ലിപ്സ്റ്റിക്ക് ഇടാൻ തുടങ്ങിയതിന് ശേഷം കുറേ ലിപ്സ്റ്റിക് ഷെയ്ഡൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അതിൽ കുറെ എണ്ണം പാളി. അങ്ങനെ എൻ്റെ ഒരു 3 ഇയേഴ്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 7 ഷെയ്ഡൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ 7 ഷെയ്ഡ്സുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് കുറേ വർത്താനം പറഞ്ഞ വീഡിയോ ലോങ് ആക്കണമെന്നില്ല. നിങ്ങളെ കൊണ്ട് ഇങ്ങനെ മൊത്തം വീഡിയോ കാണിപ്പിക്കണമെന്നുണ്ട്. അപ്പൊ കുറെ ലോങ് ആയാൽ നിങ്ങൾ എത്ര പേര് കാണും, അതുകൊണ്ട് എത്രയും ഷോർട്ട് ആക്കാൻ പറ്റുമോ അത്രയും ഷോർട്ട് ആക്കണം എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പൊ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് എൻ്റെ റീസെന്റ് ഫേവറേറ്റ്. കുറേ ആൾക്കാർ ഇതിന്റെ ഷെയ്ഡ് ചോദിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കുറെ നാളായിട്ട് ഞാൻ ഇതിന് ഇറങ്ങാറില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് അത്രക്കും ഇഷ്ടം. എല്ലാ ലിപ്സ്റ്റിക്കും എടുക്കുമ്പോൾ ഞാൻ ഇത് ഇഷ്ടം പറയുന്നത് ഇഷ്ടമായതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ പറയുന്നത്. ഇതും എനിക്ക് അത്രക്കും ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക് ആട്ടോ. ഇതങ്ങനെ മെഹനാസ് ആദ്യം വാങ്ങി, അതിനുശേഷം നിവേദ വാങ്ങി, അതിനുശേഷം ഞാൻ വാങ്ങി. അങ്ങനെ ശരിക്കും ഒരുപാട് ഇഷ്ടം. ഇത് ഫാബ്യൂട്ടിന്റെ ലിപ്പ് ഷെയ്ഡ് വരുന്നത് ഞാൻ ഇതിൽ വായിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ റിപ്ലൈ കൊടുത്തത് ഓർത്തിട്ട് പറയാം. ഇത് തേഴ്സ്റ്റിന്നുമായിട്ടുള്ളൊരു ലിപ് ഷെയ്ഡാ. ശരിക്കും സൂപ്പർ. നിങ്ങൾ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, കുറെ ആൾക്കാർ. നിങ്ങൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ അടിയിലൊക്കെ എത്ര പേരാണ് ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് ചോദിച്ചിട്ടുള്ളതെന്നറിയോ? ശരിക്കും ഞാൻ ബ്രൗൺ സ്കിൻ ഉള്ളവർക്കും ഏത് ടൈപ്പ് സ്കിൻ ഉള്ളവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ലിപ് ഷെയ്ഡാണ് ഗൈസ് ഇത്. സോ നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഡെയിലി വെയറിനൊക്കെ പറ്റിയ ഒരു ന്യൂഡ് ഫീൽ വരുന്ന ഒരു ലിപ്സ്റ്റിക് ആട്ടോ. അപ്പൊ ഞാൻ ഇതാണ് ആ ലിപ്സ്റ്റിക്ക്. നൈക്കയുടെ വേക്കപ്പ് മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. ഇത് ഇടുന്ന സമയത്ത് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ലിപ് ലൈൻ ചെയ്യും. അതിനുശേഷമാണ് ഈ ലിപ്സ്റ്റിക് ഇടുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യാമറയിൽ എത്രത്തോളം ഈ ലിപ്സ്റ്റിക് വിസിബിൾ ആണെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് ഡെയിലി കോളേജിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മേക്കപ്പ് അല്ല, ഒരു ലിപ്സ്റ്റിക് ആണ് ഇത്. ഈ ലിപ്സ്റ്റിക്കിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നേരിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം. നെക്സ്റ്റ് ഷെയ്ഡ് നൈക്കയുടെ യുവർ ലാറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അതിതാണ്. നിങ്ങൾക്ക് രണ്ടും ഒരുപോലെ തോന്നുന്നുണ്ടോന്ന് അറിയില്ല. ലിപ്പിലെല്ലാം ആയിട്ടുണ്ട് അല്ലേ? സോറി. അപ്പൊ മിക്കവാറും എല്ലാ ഷെയ്ഡും ഒരുപോലെ എന്റെ ക്യാമറയിൽ വിസിബിൾ ആവുന്നതാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷെ ഇത് കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡാണ്. നേരത്തെ നമ്മുടെ നൈക്കയുടെ വേക്കപ്പ് മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡിനേക്കാളും കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഇത്. ഷെയ്ഡ് നൈക്കയുടെ ചോക്ലേറ്റ് ട്രഫിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗോൾഡ് ലുക്ക് വരുന്ന ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡായത്. ഞാൻ പ്രിഫർ ചെയ്യാ എല്ലാ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ലിപ് ലൈൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇടുകയാണെങ്കിൽ ഒരു പ്രത്യേക രസമായിരിക്കും. ഇനി ലിപ് ഗ്ലോസ് ഒക്കെ ഇടുന്ന സമയത്തായാലും ജസ്റ്റ് ഒന്ന് ലിപ് ലൈൻ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയാട്ടോ. എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ഷെയ്ഡ്? എനിക്ക് ചേരുന്നുണ്ടോ? ഇത് നൈക്കയുടെ തന്നെ ബേൺ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്.
ഞാനിത് കൂടുതൽ ഇട്ടിട്ടില്ല, കാരണം ഇത് ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇതിന് കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ കുറച്ചെടുത്ത് ഇട്ടതാ. ഇതൊക്കെ കഴിഞ്ഞു, കാരണം ഇതൊക്കെ അത്രയ്ക്കും ഇഷ്ടമാണ്. ഡെയിലി ഇതൊക്കെ ഇട്ടിട്ടാണ് കോളേജിൽ പോവാറ്. ഇതെങ്ങനെ കഴിയാണ്ടിരിക്കും, ഇതങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെ കഷ്ടപ്പെട്ട് എടുത്തതാ. അത്രയ്ക്കും ഇഷ്ടമായിട്ടുള്ള ഒരു ഷെയ്ഡാ ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഇട്ടിട്ടില്ല, റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമായി. ഇതും എനിക്ക് ഒരു ഇഷ്ടമുള്ള ഷെയ്ഡ് തന്നെയാണ്. നിങ്ങൾക്ക് ചിലപ്പം വലിയൊരു ഡിഫറൻസ് എല്ലാ ഷെയ്ഡൊന്നും മനസ്സിലാവണമെന്നില്ല, കാരണം ഞാൻ ഡെയിലി വിയർ ലിപ്സ്റ്റിക്സ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എന്താ, എനിക്ക് കൂടുതൽ കളർ ഡിഫറൻസ് ഉള്ള ഷെയ്ഡ്സുകളൊന്നും ഇഷ്ടമല്ല. അതായത് ഭയങ്കര കത്തി നിൽക്കുന്ന റെഡ് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡുള്ള ലിപ്സ്റ്റിക് ആണ്. എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ എനിക്ക് അങ്ങനത്തെ ഷെയ്ഡുകളാണ് ചേരുന്നത്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഷെയ്ഡുകൾ പരിധി പിടിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് ഡാസലറിന്റെ, ഇതിന്റെ ഷെയ്ഡ് നമ്പറോ പേരൊന്നും എനിക്കറിയത്തില്ല. DL05 ആണെന്ന് തോന്നുന്നു. ഏതാ ഷെയ്ഡ് എന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യാം. ഈ ഒരു ലിപ്സ്റ്റിക്കിന് ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മളുടെ ഫ്രണ്ട്സിനിടയിൽ ഒരു ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ഏത് സ്കിൻ കെയറോ ആവട്ടെ, നമ്മളിങ്ങനെ റിസർച്ച് ഒക്കെ ചെയ്തൊന്ന് വാങ്ങും. പക്ഷെ അതിന് നല്ലൊരു മാറ്റം അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം നമ്മൾ 5 പേരുടെ ഇടയിലും ഉണ്ടാവും, 5 പേര് വാങ്ങിയിരിക്കും. അങ്ങനെ വാങ്ങി ഒന്നാട്ടോ ഇത്. ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമായി, പിന്നെ അങ്ങനെ എല്ലാരും വാങ്ങിയ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാട്ടോ ഇത്. അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി, അടിപൊളി സാധനമാണ്. പക്ഷെ ഇതിന്റെ ഒരു ഡീമെറിറ്റ്സ് പോലെ പറയുകയാണെങ്കിൽ കുറച്ച് ഡ്രൈ ആവുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നെക്സ്റ്റ് ലിപ് ഷെയ്ഡ് എന്ന് പറയുന്നത് ലാക്മേയുടെ ന്യൂ ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ഇട്ട് കാണിച്ചു തരാൻ പറ്റില്ല. ഈ ഒരു ലിപ്സ്റ്റിക്കിലാണ് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് അഡിക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു 3 ബോട്ടിലാണ് തീർത്തിട്ടുണ്ടാവും. അത്രക്കും ഇഷ്ടമാണ്. പക്ഷെ ഞാനിത് ഏച്ചിക്ക് റെക്കമെൻഡ് ചെയ്തപ്പോൾ ആൾക്കും ഇഷ്ടമായില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. 3 ബോട്ടിലൊക്കെ തീർക്കണമെങ്കിൽ എത്രത്തോളം ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ആലോചിച്ചൊക്കെ. അപ്പോ അത് ഇട്ടിട്ട് ഇനി ആ ഒരു ഷെയ്ഡിന് മാറ്റം വേണമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ വേറെ ലിപ്സ്റ്റിക്കിലേക്കുള്ള എക്സ്പെരിമെന്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ ഞാൻ ഈ ഒരു ഷെയ്ഡും എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്തു. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഫ്ലോർമാറിന്റെ കിസ് മീ മോർ, അതാണ് ഈ ലിപ്സ്റ്റിക്കിന്റെ പേര്. ഷെയ്ഡ് വന്നിട്ട് 013 ആണ്. അപ്പൊ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് എൻ്റെ ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീല് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. അതിന് താഴെ കുറെ ആൾക്കാർ ഇത് ഏത് ലിപ്സ്റ്റിക് ആണെന്ന് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പലർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിട്ടില്ല. ഞാനിത് ആ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുണ്ടായത് ഈ ഒരു ലിപ്സ്റ്റിക്കും പിന്നെ നൈക്കയുടെ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് കൂടെ ആദ്യം ഇതിട്ട് അതിനുശേഷം ഇതിന്റെ മുകളിലിട്ട് ഇത് രണ്ടും ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായത്. അപ്പൊ ഞാൻ കത്തുന്ന ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ലിപ്സ്റ്റിക് ആയിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. വളരെ ചെറിയ വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അപ്പോ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാം. Bye.